ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. ബാട്ടൺ പോസിൻ്റെ കൊള്ളിയാൻ എന്ന നോവലിൻ്റെ 1-ാമത്തെ അധ്യായം. ചിന്നാർ സിറ്റിയിൽ പൊടി പറത്തിക്കൊണ്ട് മന്മഥൻ ബസ് വന്നു നിന്നപ്പോൾ രാത്രി 9 മണിയായി. 2 മലകൾക്കിടയിലൂടെ കുടിയേറ്റ ഗ്രാമത്തിലേക്കുള്ള ചന്ത നടക്കുന്നത് ചിന്നാറിലാണ്. ചിന്നാർ ആ മലയോര ഗ്രാമങ്ങളെ ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ട് കടുത്ത വേനൽക്കാലത്തും നിറഞ്ഞൊഴുകുന്നു. ഒരു കാലത്ത് ചിന്നാറിൻ്റെ ഇരുഭാഗത്തും കാട്ടാനക്കൂട്ടങ്ങളുള്ള കൊടും വനങ്ങളായിരുന്നു. കാട്ടിലെ കഞ്ചാവ് കൃഷി നടത്തുന്നതിനാണ് ആളുകൾ അവിടേക്ക് കുടിയേറിയത്. പിന്നീട് പൊന്നു വിളയുന്ന കറുത്ത കന്നിമണ്ണിലേക്ക് കൂട്ടമായിട്ട് കുടിയേറ്റക്കാർ വന്നു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ചന്ത ചിന്നാറിൻ്റെ തീരത്തുണ്ടായി. ആറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലവും സാഹസികരായ നാട്ടുകാർ നിർമ്മിച്ചു. ചന്ത കടകളുള്ള കവലയായി. അത് ചിന്നാർ സിറ്റിയായി. തൂക്കുപാലത്തിലൂടെ ജീപ്പുകൾ പോകാത്തതുകൊണ്ട് അതിനടുത്തായിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു പാലമുണ്ടായി. ഇന്ന് ടാറിടാത്ത റോഡുകളാണ് ആ മലമ്പ്രദേശത്തുള്ളത്. വികസനത്തെപ്പറ്റി കൊട്ടിഘോഷിക്കുന്ന രാഷ്ട്രീയക്കാരെല്ലാം മലയോര കർഷകരുടെ ഈ ഗ്രാമങ്ങളെ സ്വാതന്ത്ര്യം കിട്ടിയതിന് 50 വർഷമായിട്ടും അവഗണിച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡാമുകളുള്ളത് ആ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ ആർച്ച് ഡാമും അവിടെയാണ്. പക്ഷേ ഗ്രാമങ്ങളിൽ ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ല. ചിന്നാർ സിറ്റിയിലും ചില പ്രമുഖരുടെ ഭവനങ്ങളിലും മാത്രമേ ഇപ്പോഴും വൈദ്യുതിയുള്ളൂ. അതും മഴക്കാലത്ത് തകരാറിലായിരിക്കും. മന്മഥൻ ബസ്സിൽ നിന്നിറങ്ങിയ ഗ്രാമീണരിൽ അടുത്തുള്ളവർ നടന്ന്, അകലെയുള്ളവർ കാത്തുകിടന്ന ജീപ്പുകളിലുമായിട്ട് പോയി. കവല വീണ്ടും ശൂന്യമായി. മിക്ക കടകളും ലൈറ്റുകൾ കെടുത്തി അടച്ചിരുന്നു. മലഞ്ചരക്കുകൾ അകലെയുള്ള ടൗണിൽ കൊണ്ടുപോയി വിറ്റിട്ട് തിരിച്ച് പലചരക്കുമായി ജീപ്പുകളിൽ വരാനുള്ളവരുടെ കടകൾ മാത്രമാണ് പകുതി തുറന്നിരിക്കുന്നത്. അവരുടെ ജോലിക്കാരും കാത്തിരിക്കുന്നു. മലമ്പ്രദേശത്ത് അങ്ങിങ്ങായി മാത്രം മിന്നാമിനുങ്ങുകളെ പോലെ വീടുകളിലെ വൈദ്യുതി വെളിച്ചം. മലമുകളിൽ ചന്ദ്രനുദിച്ചു എവിടെയോ നിന്നോ ഒരു പഴയ പാട്ട് താഴ്വാരയെ തഴുകുന്നു. പാലം കടന്നു വരുന്ന ഒരു മിന്നിലോറിയുടെ വെളിച്ചം ചിന്നാറിൻ്റെ ഓളങ്ങളിൽ വീണു. നിറയെ ലോഡുമായി വന്ന മിനിലോറി ഓടയ്ക്കൽ ദേവസ്യയുടെ കടയ്ക്ക് മുന്നിൽ കിതച്ചു നിന്നു. ലോറിയിൽ നിന്നും ഷാജിയും ഡ്രൈവറും ഇറങ്ങി. ചിന്നാറിൻ്റെ ആദ്യകാല കച്ചവടക്കാരിൽ ഒരാളാണ് ഓടയ്ക്കൽ ദേവസ്യ. റബ്ബർ, ഏലം, കുരുമുളക്, കാപ്പി, കൊക്കോ, മഞ്ഞൾ തുടങ്ങി മലഞ്ചരക്കുകൾ വാങ്ങി ആഴ്ചയിലൊരിക്കൽ ദേവസ്യയുടെ മകൻ ടൗണിൽ കൊണ്ടുപോയി വിൽക്കുന്നു. തിരിച്ചു വരുമ്പോൾ ലോറിയിൽ പലഞ്ചരക്ക് കടയിലേക്ക് അരിയും മറ്റും കൊണ്ടുവരുന്നു. 60-കാരനായ ദേവസ്യ ഇന്ന് ദൃഢഗാത്രനാണ്. അപ്പനെ പോലെ തന്നെ അധ്വാനിയാണ് 25-കാരനായ മകൻ ഷാജി. ലോറിക്കടുത്തേക്ക് പണിക്കാരായ പ്രഭാകരനും പരീതും തങ്കച്ചനും വന്നു. ഇന്നിത്തിരി താമസിച്ചു. കരിമ്പനിൽ വന്നപ്പോൾ വണ്ടിയുടെ ബ്രേക്കിനൊരു തകരാറ്. അത് നന്നാക്കാതെ പൊന്നെ പോരാൻ പറ്റുമോ? വർക്ക്ഷോപ്പിൽ പോയി 1 മണിക്കൂർ. വേഗം ഇറക്കിക്കോ. ആ, പ്രഭാകരനും പരീതും തലയാട്ടി. പ്രഭാകരൻ കയറിൽ പിടിച്ച് ലോറിയുടെ മുകളിലേക്ക് കയറി. തങ്കച്ചൻ താഴെ നിന്നും കയർ കെട്ടഴിച്ചു വിട്ടു. മുകളിൽ നിന്നും കയർ പിടിച്ചു വരുത്തിയ പ്രഭാകരൻ്റെ കയ്യിൽ ഒരു തണുത്ത വസ്തു തടഞ്ഞു. അയാൾ അതിൽ പിടിച്ചു വരുത്തി. ഒരു മനുഷ്യൻ്റെ കാല്. അയാളെ നടുക്കത്തോടെ നോക്കി. കയറുകൾക്കിടയിൽ കൈകളുടക്കി ഒരാൾ കിടക്കുന്നത് നിലാവെളിച്ചത്തിൽ കണ്ടു. ഒരു നിലവിളി പ്രഭാകരനെ കണ്ടത്തിൽ തടഞ്ഞു. ഭയം കൊണ്ട് ശബ്ദം പുറത്തു വന്നില്ല. അയാളുടെ കയ്യിൽ നിന്നും ആ കാല് വഴുതി താഴെ വീണു. താഴെ നിന്ന് തങ്കച്ചനും പ്രഭാകരനെ തന്നെ നോക്കി നിൽക്കായിരുന്നു. എന്താടാ? പ്രഭാകരൻ ശബ്ദിക്കാതെ കയറിൽ തൂങ്ങി താഴെ ഇറങ്ങി. ലോഡിന് മുകളിൽ ഒരുത്തൻ കിടപ്പുണ്ട്. ശബ്ദം താഴ്ത്തി പ്രഭാകരൻ പറഞ്ഞു. തങ്കച്ചനും പരീതും ഞെട്ടി. ആരാ? ആർക്കറിയാം. ആരെങ്കിലും കൊന്നു കയറ്റി വിട്ടതായിരിക്കും, പ്രഭാകരൻ അഭിപ്രായപ്പെട്ടു. ശവമോ? തങ്കച്ചന് അപകടം മണത്തു. ആരെങ്കിലും അറിഞ്ഞാൽ കുഴപ്പമാണ്, പരീത് മന്ത്രിച്ചു. കൊലപാതകത്തിന് ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അല്ലെങ്കിൽ ആരും അറിയാതെ കുഴിച്ചു കൂടണം. ചിന്നാറ്റിൽ ഒഴിക്കാൻ പോരെ? പ്രഭാകരൻ ചോദിച്ചു. ആരാണെന്ന് നോക്കാം നമുക്ക്. തങ്കച്ചൻ ടോർച്ചുമായിട്ട് മുകളിലേക്ക് കയറി. അരിച്ചാക്കിന് മുകളിൽ നിന്നും തങ്കച്ചൻ ആ മനുഷ്യൻ്റെ നേർക്ക് ടോർച്ചടിച്ചു. പെട്ടെന്ന് അയാൾ തലതിരിച്ചു. കാലുകൊണ്ട് ഒരടി. തങ്കച്ചൻ അടിയേറ്റ് ബാലൻസ് തെറ്റി ലോഡിന് മുകളിലേക്ക് വീണു. താഴെ ശ്വാസമടക്കി നോക്കിയെന്ന പരീതും പ്രഭാകരൻ ഞെട്ടിപ്പോയി. ഇരുട്ട് കട്ട പിടിച്ചതുപോലെ ആ മനുഷ്യൻ എഴുന്നേൽക്കുന്നു. അതാരാ? കടയിൽ നിന്നും ഷാജി അവിടേക്ക് വന്നു. ആർക്കും മിണ്ടാൻ കഴിഞ്ഞില്ല. തങ്കച്ചൻ്റെ കയ്യിൽ നിന്നും ലോഡിന് മുകളിലേക്ക് വീണ് കിടക്കുന്ന ടോർച്ചിൻ്റെ വെളിച്ചം ആ മനുഷ്യൻ്റെ കാലുകൾക്കിടയിലൂടെ പോകുന്നു. തങ്കച്ചൻ പിടഞ്ഞെഴുന്നേറ്റു.
അയാളെ നോക്കി. പറ്റ വെട്ടിയ മുട്ടി, മുഷിഞ്ഞ ഷർട്ടും കള്ളിമുണ്ടും. കടയിലെ ലൈറ്റ് അയാളുടെ പകുതി മുഖത്ത് പതിച്ചു. ആദ്യം മനസ്സിലായില്ല. പതുക്കെ ആ മുഖം തെളിഞ്ഞു വന്നു. തങ്കച്ചൻ മുഴുവനായും നടുങ്ങി. കൊള്ളിയാൻ. അയാളുടെ ശബ്ദം വിറച്ചു. കൊള്ളിയാൻ എന്ന് ആളുകൾ ഭയത്തോടെ വിളിക്കുന്ന കൊള്ളിയാൻ ആൻ്റണി. മലപ്പുറം കത്തിയാണ് നീട്ടിപ്പിടിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് സെൻട്രൽ ജയിലിലായിരുന്നു. ശിക്ഷയുടെ കാലാവധി പകുതി പോലും ആയിട്ടില്ല. ജാമ്യം കിട്ടാത്ത ഇയാളെങ്ങനെ ഇറങ്ങി? നടുക്കത്തിൽ നിന്നുണരാത്ത തങ്കച്ചൻ്റെ നേരെ ആൻ്റണി കത്തി വീശി. ദേവസി താഴേക്ക് ഊർന്നിറങ്ങി. ഒപ്പം ആൻ്റണിയും ചാടി. ദേവസിയും ഷാജിയും അപ്പോഴവിടേക്ക് വന്ന് അയാളെ കണ്ടു. അന്തോണി, ദേവസി വിളിച്ചു. അതെ. അയാൾ പല്ലിടിച്ചു. കണ്ണുകളിൽ ക്രൗര്യമായിരുന്നു. എനിക്ക് ജാമ്യം തരരുതെന്ന് ചിന്നാറിലുള്ളവരെല്ലാം ഒപ്പിട്ട് അപേക്ഷ കൊടുത്തില്ലേ? അവൻ കത്തി ഓരോരുത്തരുടെയും നേരെ തിരിച്ചു. അതെ, അത്രയ്ക്ക് ദുഷ്ടനാ നീ. ഇപ്പോൾ നിന്നെ ആരാ ഇറക്കിയത്? ദേവസി ചോദിച്ചു. കന്നിമല മന്മഥനും മക്കളുമാണോ? ഒരുത്തനും അല്ല, ഞാൻ ഇറങ്ങി. ജയിൽ ചാടി. ഇനി ഞാൻ അങ്ങോട്ടില്ല. എല്ലാവരും നടുങ്ങി. പോലീസ് നിന്നെ അന്വേഷിച്ചു വരുമല്ലോടോ? ഷാജി ചോദിച്ചു. വന്നാൽ എന്നെ ഒറ്റ കൊടുക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? അവൻ ചുറ്റും നിന്നവരെ നോക്കി. ആരും ഒന്നും മിണ്ടിയില്ല. അവരുടെ കണ്ണുകൾ കത്തിമുനയിലായിരുന്നു. എന്നെ ചതിച്ചവരെ ഞാൻ വിട്ടില്ല. 5 വർഷം ഞാൻ ജയിലിൽ കിടന്നു. അതിന് ഞാൻ കണക്ക് തീർക്കും. ഞാൻ ഈ ചിന്നാറ്റിൽ തന്നെ ഉണ്ടാവും. എന്നെ പോലീസിന് ഒറ്റിക്കൊടുക്കാൻ തയ്യാറുള്ള ഡാഷ് മക്കൾ ആരാണെന്ന് ഞാനൊന്ന് കാണട്ടെ. ആൻ്റണി മുരണ്ടു. അഭിമാനിയായ ദേവസിയുടെ മുഖം ഇരുണ്ടു. കൈകൾ തരിച്ചെങ്കിലും അനങ്ങിയില്ല. ജയിൽ ചാടി വന്നവനാണ്, കൊള്ളിയാനാണ്. ഞാനകത്തായപ്പോൾ ചിരിച്ചവരുണ്ടല്ലോ, ഇന്നു മുതൽ കരയുക. എൻ്റെ 5 വർഷം. ധൈര്യമുള്ളവരെന്നെ നോറ്റിക്കൊടുക്ക്, അപ്പോൾ കാണാം. അയാൾ മുന്നിൽ നിന്ന പരീതിനെ തള്ളിമാറ്റി നടന്നു. വളവ് തിരിഞ്ഞ് കൊള്ളിയാൻ പറഞ്ഞപ്പോഴാണ് അവർക്ക് ശ്വാസം വീണത്. ഭഗവാനെ, ഇനി എന്തൊക്കെ ഇവിടെ നടക്കുവാവോ? പ്രഭാകരൻ പറഞ്ഞു. ജയിൽ ചാടിയത് എത്ര പോലീസുകാരെ അടിച്ചിട്ടിട്ടാണാവോ? കൊന്നെന്ന് പോലും ആർക്കറിയില്ല. ഡബിൾ ചങ്കല്ലേ കൊള്ളിയാനെ. ഉടുമ്പിൻ്റെ ഇറച്ചി അവൻ്റെ ആഹാരം. 10 പേരെ ഒറ്റയ്ക്കൊന്ന് അടിക്കും പരീത് പറഞ്ഞു. ഇനി കന്നിമല മന്മഥൻ്റെയും മക്കളെയും വിളയാട്ടം കൂടും. എന്തും ചെയ്യാറുള്ള വേട്ടനായല്ലേ അവൻ? തങ്കച്ചൻ അഭിപ്രായപ്പെട്ടു. അവനെപ്പോഴാണ് റോഡിന് മുകളിൽ കയറിയതെന്ന് മനസ്സിലാവാത്തത്. ഷാജി പറഞ്ഞു. ചിലപ്പോൾ കരിമനയിലെ വർക്ക്ഷോപ്പിൽ നിർത്തിയപ്പോഴായിരിക്കും. ഇവനിവിടെയുള്ളപ്പോൾ ചിന്നാറിലാർക്കും മനസമാധാനത്തോടെ ഇറങ്ങാനോ ഉറങ്ങാനോ പുറത്തിറങ്ങാനോ പറ്റില്ല. ദേവസി പറഞ്ഞു. കൊള്ളിയാന് ശേഖരൻപിള്ളിയോട് പക തീർന്നിട്ടില്ല. 3 പെൺമക്കളായാൾക്ക്. ഈ മുന്നിലിട്ട ഒരു കാല് വെട്ടിമുറിച്ചത്. ദേവസ്യ നടക്കുന്ന ആ രംഗം കാണുന്നത് പോലെ മുന്നിലെ റോഡിലേക്ക് നോക്കി. കൊള്ളിയാൻ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? അവൻ്റെ വീട്ടിലേക്കോ അതോ മന്മഥൻ മുതലാളിയുടെ അടുത്തേക്കോ? പ്രഭാകരൻ അവരെ നോക്കി. മന്മഥൻ്റെ അടുത്തേക്കായിരിക്കും. തന്തയ്ക്കും മക്കൾക്കും കൊള്ളിയാനോട് കടപ്പാടുണ്ടല്ലോ. തങ്കച്ചൻ പറഞ്ഞുകൊണ്ട് ലോഡിന് മുകളിലേക്ക് കയറി. ലോഡ് ഇറക്കിക്കഴിഞ്ഞ് തങ്കച്ചൻ കുട്ടനും ആറ്റിലിറങ്ങി കുളിച്ചു കയറി. വെള്ളത്തിന് മഞ്ഞിൻ്റെ തണുപ്പ്. പരീതേ, പ്രഭാകരൻ, ഞാൻ പോവുക. തോർത്ത് പിഴിഞ്ഞുകൊണ്ടുവന്ന തങ്കച്ചൻ പറഞ്ഞു. പോണ വഴിക്ക് ശേഖരേട്ടൻ്റെ വീട്ടിൽ കയറി കൊള്ളിയാൻ വന്നിട്ടെന്ന് കരുതിയിരിക്കണമെന്ന് പറയണം. ശരിയാ. കൊള്ളിയാൻ വന്നത് പകലായിരുന്നെങ്കിൽ ചിന്നാറൊന്ന് ഇളകിയേനെ. രാത്രി ആയതുകൊണ്ട് ആരും അറിഞ്ഞില്ല. നാളെയാ ആളുകൾ നടുങ്ങുന്നത്, പരീത് പറഞ്ഞു. നീ വേഗം ചെല്ല്. തങ്കച്ചൻ ആറ്റുതീരത്തെ ഉരുളൻ കല്ലുകൾ കടന്ന് ഒറ്റയടിപ്പാത പോലെ നീണ്ടുകിടക്കുന്ന ആ വഴിയിലൂടെ ധൃതിയിൽ നടന്നുപോയി. കിഴക്കേ മലയിലാണ് ശേഖരേട്ടൻ ഇപ്പോൾ താമസിക്കുന്നത്. കുറേ ദൂരമുണ്ട്. കുണ്ടും കുഴിയും കല്ലുകളും നിറഞ്ഞ പഞ്ചായത്ത് റോഡാണ്. തങ്കച്ചൻ മലയിലേക്ക് നോക്കി. ഒരിടത്തും വെളിച്ചമില്ല. കറണ്ട് പോയി പൂനിലാവിട്ടം. നടക്കുന്നതിനിടയിൽ അയാൾ ഓർത്തു. കന്നിമല മന്മഥൻ്റെ ഗുണ്ടയാണ് കൊള്ളിയാൻ ആൻ്റണി. മന്മഥൻ്റെ മകൻ വാസു കുരുമുളക് പറിക്കാൻ ചെന്ന ജെസ്സിയെ വശത്താക്കി. അയാളുടെ പ്രലോഭനങ്ങളിൽ അവൾ വീണു. ഗർഭിണിയായ അവളെ അയാൾ തോട്ടത്തിൽ നിന്നിറക്കി. തങ്കച്ചൻ അവളെ കണ്ടിട്ടുണ്ട്. ചിന്നാറ്റിൽ അത്ര സുന്ദരിയായ ഒരു പെൺകുട്ടി വേറെ ഇല്ല. ഓശാനയ്ക്ക് പള്ളിയിൽ നിന്നും കുരുത്തോലയുമായിട്ട് ഇറങ്ങിയ ജെസ്സിയെ നോക്കി നിന്നിട്ടുണ്ട്. പിന്നെ അറിഞ്ഞത് കൊള്ളിയാൻ അവളെ ഇടവഴിയിലിട്ട് തൊഴിച്ചു കൊന്നുവെന്നാണ്. താനും ശവം പോയി കണ്ടതാണ്. കൊഴുത്ത ചോര തുടകളിലൂടെ ഒഴുകി കട്ട പിടിച്ച് കണ്ണു തുറച്ച് മുഖത്ത് ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയതുപോലെ. കൊള്ളിയാൻ പതിയിരുന്ന് അവളെ പിടികൂടി വയറ്റിൽ ചവിട്ടി കലക്കുകയായിരുന്നു. അങ്ങ് അകലെ വരെ നിലവിളി കേട്ടവരുണ്ട്. പക്ഷേ അത് കണ്ടത് ശേഖരേട്ടൻ മാത്രമാണ്. കൊള്ളിയാൻ ഓടിക്കളഞ്ഞു. പോലീസ് വന്നപ്പോൾ ശേഖരേട്ടൻ സാക്ഷി പറഞ്ഞു. അത് പറയാതിരിക്കാൻ വേണ്ടി കന്നിമല മന്മഥൻ പഠിച്ച പണി 18 നോക്കിയതാണ്. ശേഖരേട്ടൻ വഴങ്ങില്ല. ആൻ്റണിക്ക് ജീവപര്യന്തം ശിക്ഷിച്ചു. ജെസ്സി മരിച്ചു കിടന്ന സ്ഥലത്തെത്തിയപ്പോൾ അയാളൊന്ന് നടുങ്ങി. ചുറ്റും നോക്കി.
അവിടെ വെച്ച് അവളെ പാതിരാത്രിക്ക് കണ്ടിട്ടുണ്ടെന്ന് പലരും പറയുന്നു. ദുർമരണമായതുകൊണ്ട് കഥകൾ ധാരാളം. ഇലകളും തോടരികളെ ഈറ്റകളും ഇളകുന്നുണ്ട്. തങ്കച്ചൻ വേഗം നടന്നു. ചിന്നാർ ടൗണിലെ കച്ചവടമായിരുന്നു ശേഖരേട്ടന്. കേസിന് ശേഷം മന്മഥൻ്റെയും മക്കളുടെയും പക അയാളോടായി. ഒരു രാത്രി വിളഞ്ഞു തുടങ്ങിയ 3 ഏക്കർ കുരുമുളക് തോട്ടത്തിൽ ആരോ വെട്ടിക്കളഞ്ഞു. ആ കുരുമുളകിന് പൊന്നും വിളയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമായത്. നടത്തിക്കൊണ്ടിരുന്ന ചിട്ടി പൊട്ടി. മൂത്ത മകളുടെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു. അതും മന്മഥൻ മുടക്കി. മേൽക്കുമേൽ തോൽവി തുടങ്ങിയപ്പോൾ ശേഖരേട്ടൻ കടവിറ്റു. മലയിൽ സ്ഥലം വാങ്ങി ഒതുങ്ങിക്കൂടി. ഓർത്തപ്പോൾ തങ്കച്ചന് വിഷമം തോന്നി. കുന്നുകയറിയപ്പോൾ ശേഖരേട്ടൻ്റെ പണി തീർന്നിട്ടില്ലാത്ത വീടിൻ്റെ വരാന്തയിൽ തൂങ്ങിക്കിടക്കുന്ന ഹരിക്കെയിൻ വിളക്ക് കണ്ടു. മുറ്റത്ത് കയറിയപ്പോൾ ചാരുകസേരയിൽ വെളിയിലേക്ക് നോക്കിക്കിടക്കുന്ന ശേഖരേട്ടനെ കണ്ടു. എന്താ തങ്കച്ച, രാത്രി കുറേ ആയല്ലോ. വെളിച്ചത്തിലേക്ക് ചെന്നപ്പോൾ ശേഖരൻപിള്ള ചോദിച്ചു. താൻ ധൃതി പിടിച്ച് വരികയായിരുന്നു. പട്ടിയെപ്പോലെ അണയ്ക്കുന്നുണ്ടല്ലോ. ശേഖരേട്ടൻ, ഒരു കാര്യമുണ്ട്. തങ്കച്ച അടുത്ത് നിന്നു. എന്നടാ തങ്കച്ച? വീട്ടിനുള്ളിൽ നിന്നും ശേഖരേട്ടൻ്റെ ഭാര്യ രാജമ്മ ഇറങ്ങി വന്നു. കൊള്ളിയാൻ ചേൽച്ചാടി. രാജമ്മ ചേച്ചിയുടെ നടുക്കം അയാൾ കണ്ടു. അപ്പോഴേക്കും വാതുക്കൽ ദേവിയും ദിവ്യയും സന്ധ്യയും ഓടിയെത്തി. ശേഖരൻപിള്ളയുടെ മക്കളാണ്. 3 ഒരു പന്തലിൽ വെച്ച് മംഗല്യം നടത്താം. മൂത്തവളാണ് ദേവി. തങ്കച്ചൻ അവളെ നോക്കി. സത്യമാണോ തങ്കച്ച? ദേവി ചോദിച്ചു. അതെ, ഞങ്ങളുടെ മുന്നിൽ അവൻ വന്നിറങ്ങിയത്, തങ്കച്ചൻ പറഞ്ഞു. 18 കഴിഞ്ഞ ഒരു പയ്യൻ വരാന്തയിലേക്ക് ഇറങ്ങി. ചേച്ചിമാരുടെ മുന്നിലേക്ക് വന്നു. ശേഖരൻപിള്ളയുടെ ഇളയ മകൻ. അവൻ്റെ മുഖത്ത് ഭയമുണ്ടായിരുന്നു. അവനെങ്ങോട്ട് വരുമോ? ശബ്ദത്തിൽ പതർച്ച. ജയിലിൽ ചാടിയവൻ വെറുതെ ഇരിക്കൂ ദേവാ. 5 വർഷം ജയിലിലിട്ടുവെന്ന് അവൻ പല്ല് ഞെരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. തങ്കച്ചൻ പറഞ്ഞു. നിങ്ങൾ സൂക്ഷിക്കണം. എൻ്റെ ഭഗവാനെ! രാജമ്മയുടെ നെഞ്ചിടിച്ചു. ഒരിക്കലവൻ പരോളിൽ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ ജീവിതം തകർത്തത്. ശേഖരൻപിള്ളയുടെ മുഖത്ത് ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ജയിലിൽ പോയ 1.5 വർഷം കഴിഞ്ഞപ്പോൾ കന്നിമല മന്മഥൻ ആൻ്റണിയെ പരോളിൽ ഇറക്കിക്കൊണ്ടുവന്നു. ചീനാറ് സിറ്റിയിൽ വെച്ച് താനും അവനും തമ്മിൽ കണ്ടു. എനിക്കെതിരെ സാക്ഷി പറഞ്ഞില്ലടാന്ന് ചോദിച്ചാണ് അവൻ നേരിട്ടത്. അടിച്ചു നടാൻ കഴിഞ്ഞില്ല. ഉടുമ്പിൻ്റെ കരുത്താണവന്. ഓടക്കൽ ദേവസിയുടെ കടയ്ക്ക് മുന്നിൽ താൻ വീണു. അവൻ ഇരുമ്പുകടയിൽ നിന്നൊരു വാക്കത്തിയിട്ട് പാഞ്ഞു വന്നു. തടുക്കാൻ കഴിഞ്ഞില്ല. വാക്കത്തി കാലിലൂടെ ഇറങ്ങി റോഡിലെ കല്ലിൽ കൊണ്ട് തീച്ചെതറി. നടുക്കത്തോടെ ശേഖരൻപിള്ള ഒന്ന് വിറച്ചു. ഇടതുകാലിന് മുകളിൽ നിന്നും ഉടുമുണ്ട് മാറിപ്പോയി. മുട്ടിന് താഴെ ശൂന്യമായ കാലിലേക്ക് ശേഖരൻപിള്ള നോക്കി. ദേവിയും ദിവ്യയും സന്ധ്യയും ആസന്നമായ അപകടത്തിൻ്റെ ഭീതിയിലായിരുന്നു. ഒരു കാറ്റിൻ്റെ ചൂളം വിളി. അതാരാ? രാജമ്മ വഴിയിലേക്ക് നോക്കി. ഇരുട്ടിൽ ഒരു ജ്വാലം മിന്നിയത് തങ്കച്ചൻ കണ്ടു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സ്ലീപ്പിംഗ് പിൽസ് സ്റ്റോറി ടൈം.